ഹലോ ഗായ്സ്, നമ്മളിന്ന് പോണത് ഒരു ജീപ്പ് ഉണ്ടാക്കാനാട്ടോ. ജീപ്പ് ഉണ്ടാക്കി കാണാൻ അതിൻ്റെ ചെറിയ വർക്കുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. ഒരു പുതുതായിട്ടൊരു ഫ്രണ്ട് ഒരു ജീപ്പ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചോദിച്ചിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ നമ്മൾ അതിന് പോവാണ് കേട്ടോ. എല്ലാവരും വ്ളോഗ് കാണണം, സ്കിപ്പ് ചെയ്യലുണ്ടോ ആരും. ഇതാണ് കേട്ടോ നമ്മൾ ജീപ്പ് ഇതാണ് ഉണ്ടാക്കണേ. ബൈക്കിൻ്റെ എൻജിനൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. എങ്ങനെയുണ്ട് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുന്നുണ്ടോ? നമ്മൾ സോക്ക് അപ്സറൊക്കെ കൊടുത്തിരിക്കുന്ന മാരുതിൻ്റെ സോക്ക് അപ്സറാണ്. 10-20 വണ്ടിൻ്റെ പാർട്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വണ്ടിൻ്റെ അത്യാവശ്യത്തിന് ബലവും കാര്യത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഷാരിങ്ങൊക്കെ പിന്നെ ഇത് കട്ട് ചെയ്ത് വളച്ചേക്കാം കേട്ടോ. കമ്പി ലോങ് കമ്മി ആയതുകൊണ്ട് തന്നെ അല്ലാതെ നമുക്ക് വളക്കാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ ഗിയർ പിന്നെ ഫ്രണ്ടും ബാക്കും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. 2 ഗിയറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എൻജിൻ പറഞ്ഞാൽ ഇതാണ് കേട്ടോ. നമ്മളെ അത്യാവശ്യത്തിന് നല്ലൊരു ബൈക്കിൻ്റെ എൻജിനാണ്, നല്ല വലിവും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതിൻ്റെ ഫുൾ വീഡിയോ എന്തായാലും വരുന്നുണ്ടോ. കിക്കർ പിന്നെ വെറുതെ ഉണ്ടോ, അതൊക്കെ നമ്മൾ എടുത്ത് ഒഴിവാക്കും. നമ്മളെ വ്ളോഗ് സ്കിപ്പ് ചെയ്തും ഒരു 2 മാസത്തിനുള്ളിൽ നമ്മളെ ഈ വണ്ടിൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതങ്ങോട്ട് നോക്കി നമ്മൾ അത്യാവശ്യത്തിന് നല്ല ചിലവിൽ തന്നെ ഇത് ചെയ്യണേ. അത്യാവശ്യത്തിന് ബോഡിയൊക്കെ നല്ല വർക്കിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ടോ. ഞാനും എൻ്റെ ഫ്രണ്ടും ആണ് കേട്ടോ ഇത്. അതായത് ഫ്രണ്ട് തുടങ്ങിയിട്ട് ഇത് ഏകദേശം 2 വർഷത്തിൻ്റെ ഇടയ്ക്കൊക്കെ കഴിക്കണേ. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് ബ്രേക്കാക്കി വെച്ചിക്കണേ. ഇതാണ് ഇതിൻ്റെ ആക്സിൽ കേട്ടോ. ഇതിൻ്റെ ആക്സിലിൻ്റെ ഇതൊക്കെ നോക്കും. അത്യാവശ്യത്തിന് നല്ല ബലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കച്ചറ പണി നല്ല എടുക്കണേ നമ്മൾ നല്ല വൃത്തിയിൽ തന്നെ എടുക്കണേ. ഞങ്ങളൊരു സ്വപ്നമാണ് ഈ ജീപ്പ്. അപ്പോൾ അത് നിർമ്മിച്ച് നിങ്ങളെ മുമ്പിൽ നിങ്ങൾക്ക് കാണിക്കാൻ അറിയുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ. അപ്പോൾ നിങ്ങളീ പാടെ കാണിക്കാൻ വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പിന്നെ എല്ലാവരും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് മാത്രം കാര്യമില്ല, നിങ്ങളെല്ലാവരും എനിക്ക് അഭിപ്രായം കമൻറ്റ് ചെയ്തിട്ടുണ്ടോ. പിന്നെ എൻ്റെ വ്ളോഗിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയണം. വ്ളോഗും കാര്യങ്ങളൊക്കെ രസമുണ്ടോ. ഈ സാധനങ്ങൾ ഈ ടൂൾസും കാര്യങ്ങളൊക്കെ ഇതിനുള്ളതാണ് കേട്ടോ. ഇത് ഫിറ്റാക്കാനുള്ളതും ഇതിനാവശ്യമായ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള സപ്പോർട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് കിട്ടും കരുതിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. ഈ വീഡിയോ നമ്മൾ ചെയ്യണ കാര്യമായിട്ട് നിങ്ങളാണല്ലോ നമ്മളെ സപ്പോർട്ട്. ഫസ്റ്റ് വ്ളോഗ് തന്നെ 6Kൻ്റെ അടുത്തൊക്കെ വ്ളോഗ് തന്നെ നമ്മളിത് കയറാനേക്കണേ. നിങ്ങൾ നല്ല സപ്പോർട്ടാണ് എനിക്ക് തന്നിക്കണേ കേട്ടോ. അത്യാവശ്യം നല്ല സപ്പോർട്ട് തന്നെ തന്നിക്കണേ. ഇത്രയും സപ്പോർട്ടൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, ഒരിക്കലും ഞാൻ അത്ര പ്രതീക്ഷിച്ചിട്ടില്ല. ഇതാണ് ഇതിൻ്റെ ഗിയറൊക്കെ വരുന്നത് കേട്ടോ. അതായത് നമ്മൾ ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻജിൻ ഓയിൽ, ബ്രേക്ക് ഓയിൽ, എല്ലാ ഓയിലും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ട് സാധാ ഒരു ജീപ്പ് എങ്ങനെയാണോ ആ ജീപ്പിൻ്റെ മോഡലിലേക്ക് നമ്മളിത് അറേഞ്ച് ചെയ്ത് നീക്കുന്നുണ്ടോ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കി നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇതങ്ങോട്ട് നോക്കി ഇത് കാണാൻ നല്ല രസമല്ലേ. അതായത് പിന്നെ നമ്മൾ പറഞ്ഞില്ല ഇത് എത്ര ആൾ ഇരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞില്ല കേട്ടോ. 3 ആൾക്ക് ഇരുന്ന് പോകാൻ പറ്റിയൊരു വണ്ടിയാണിത് നമ്മൾ ഉണ്ടാക്കണത്. പിന്നെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അത് പ്രദർശിപ്പിക്കുന്നുണ്ടോ. നിങ്ങൾക്ക് വരണമെങ്കിൽ വരികയൊക്കെ ചെയ്യാൻ വേണ്ടി വന്ന് ഫോട്ടോ എടുക്കണമെങ്കിലും ഒക്കെ നമ്മൾ സൗകര്യമൊക്കെ ഒരുക്കും. അപ്പോൾ നമ്മളെ വ്ളോഗ് എല്ലാവരും കാണണം, ആരും സ്കിപ്പ് ചെയ്തിട്ടോ. എൻ്റെ വ്ളോഗിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയണം. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ സപ്പോർട്ട് അല്ലേ, ശരിയല്ലേ മക്കളെ. ഇതിങ്ങനെ നീക്കിയപ്പോൾ നോക്കി അടിപൊളിയാണ്. അതായത് ആൻഡലും കാര്യങ്ങളൊക്കെ ഒഴിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അങ്ങനെ ചെറിയൊരു ബിൽഡിങ്ങും പണിയുണ്ട്. കഴിഞ്ഞിട്ട് വേണം ഈ വർക്ക് ഇന്ന് അവസാനിപ്പിക്കാൻ. ഇനി നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം.